ഈ ബാറ്ററി എന്ന് പറയുന്നത് 12 വോൾട്ട് വോൾട്ടേജ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ഈ ബാറ്ററി. അപ്പോൾ ഈ 12 വോൾട്ടേജിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 6 സെല്ലാണുള്ളത്. 6 സെല്ലിൽ ഒരു സെല്ല് 2 വോൾട്ട് വെച്ച് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അങ്ങനെ മൊത്തത്തിൽ 12 വോൾട്ട് വോൾട്ടേജാണ് ഈ ബാറ്ററി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇനി ബാറ്ററിക്കകത്ത് ശരിക്കും പറഞ്ഞാൽ ഒഴിക്കുന്നത് ഡിസ്റ്റിൽഡ് വാട്ടറും സൾഫ്യൂരിക് ആസിഡും അടങ്ങിയ ഒരു ലൈനെയാണ് നമ്മൾ ഈ ബാറ്ററിയിൽ ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. ഇത് ബേസിക്കായിട്ട് ഓർത്തിരിക്കുക. ഇനി ഈ ബാറ്ററിയുടെ മുകളിലായിട്ട് 2 ടെർമിനൽ കൊടുത്തിട്ടുണ്ട്. അതായത് ഈ കാണുന്ന ബാറ്ററിയുടെ മുകളിൽ കാണുന്ന ഈ ഒരു ഭാഗമാണ് ടെർമിനൽ എന്ന് പറയുന്നത്. 2 ടെർമിനൽ, ഒരെണ്ണം നെഗറ്റീവും ഒരെണ്ണം പോസിറ്റീവും. നെഗറ്റീവും പോസിറ്റീവും മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ആ ടെർമിനലിനോട് ചേർന്ന് ചെറിയൊരു മാർക്കിംഗ് കാണും. ആ മാർക്കിങ്ങിൽ മൈനസ് വരെയും അതുപോലെ തന്നെ പ്ലസ്സും കാണിക്കും. അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾക്ക് നെഗറ്റീവും പോസിറ്റീവും ഏതൊക്കെ ടെർമിനലാണെന്ന് കറക്റ്റായിട്ട് മനസ്സിലാക്കിയെടുക്കാനായിട്ട് കഴിയുന്നതാണ്. ഈ നെഗറ്റീവ് ടെർമിനലിലേക്ക് ഒരു ബ്ലാക്ക് കേബിൾ വന്നേക്കുന്നു. ആ ബ്ലാക്ക് കേബിൾ ഒരു ക്ലാമ്പ് വഴി ഈ ടെർമിനലിലേക്ക് അറ്റാച്ച് ചെയ്തേക്കാണ്. ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുകൊണ്ട് ഒരു റെഡ് കാണാം. ഇതാണ് വാഹനത്തിൻ്റെ പോസിറ്റീവ് ടെർമിനൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പോസിറ്റീവ് ടെർമിനലിലേക്ക് വരുന്നത് എപ്പോഴും ഇത്തരത്തിൽ ഒരു റെഡ് കേബിൾ ആയിരിക്കും. അത് ഇതുപോലെ തന്നെ ഒരു ക്ലാമ്പ് വഴി ഇതിനകത്ത് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്.